ഹായ് ഗൈസ്. സോ നമ്മളിനി ഈ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഈ ആപ്പിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്ന മുമ്പ് നമ്മൾ കറൻ്റ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് കുറച്ചും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ലൈക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും ഒന്ന് റീക്യാപ്പ് ചെയ്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനത് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ലിറ്ററൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ കേർലി ബ്രേസസ് ഉപയോഗിച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ന് വെച്ചാൽ കീ വാല്യൂ പേഴ്സ് ആണ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ പക്ഷേ കീ വാല്യൂ പേഴ്സിൻ്റെ ഉള്ളിൽ നമ്മളെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റ് ലെറ്റർ ഒന്നും നമ്മൾ എഴുതില്ല. ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ കോൺസ്റ്റ് പേഴ്സൺ പറഞ്ഞു കൊടുത്തു. അതിൽ നെയിം സച്ചിന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഞാൻ ഏജ് കൊടുക്കുന്നത്. ഏജ് വന്നിട്ട് ഞാനിപ്പോൾ 40 കൊടുക്കുന്നു സച്ചിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോബീസ് എന്ന് പറഞ്ഞിട്ട് അതൊരു അറേ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, കാരണം മൾട്ടിപ്പിൾ ഹോബീസ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ക്രിക്കറ്റ് എഴുതുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തൊരു ഹോബി കുക്കിങ്ങും കൂടി എഴുതും സച്ചിന്. ഓക്കെ, പിന്നെ ഞാനൊരു പ്രോപ്പർട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി മെത്തേഡാണ്. സോ മെത്തേഡ് ഞാൻ എഴുതുന്നത് ഫങ്ഷൻ, എന്നിട്ട് അലർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഹായ് സച്ചിൻ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റിൽ നെയിം ഏജ് ഹോബീസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസാണ്. പക്ഷേ ഈ ഗ്രീറ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് മെത്തേഡാണ്. കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷനാണ്. സോ അതുകൊണ്ടാണ് ഇത് ഗ്രീറ്റ് നമ്മൾ മെത്തേഡാന്ന് പറയുന്നത്. സോ സിമ്പിൾ റൂളാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കീ വാല്യൂ പെയറാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യുന്ന കീ വാല്യൂ പെയറാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒബ്ജക്റ്റിനെ ആക്സസ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ മുമ്പ് ഗോത്രൂ ചെയ്തിരുന്നു. എങ്ങനെ വെച്ചാൽ ഡോട്ട് നൊട്ടേഷൻ വഴിയാണ് ഗോത്രൂ ചെയ്യുന്നത്. സോ ആക്സസ് ചെയ്തിരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് console.log ഓഫ് പേഴ്സൺ പേഴ്സൺ ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, സച്ചിൻ വരും. ഇവിടെ ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ വിളിക്കാൻ ചെയ്യാം കേട്ടോ, മെത്തേഡ് വിളിക്കാൻ ചെയ്യാം. സോ അത് വിളിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ മെത്തേഡ് വന്നു, ഹായ് സച്ചിൻ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, സോ അത് അലർട്ട് ബോക്സ് വരുന്നതാണ്. ഇത് ആക്ച്വലി കമ്പൈലർ ആയതുകൊണ്ടാണ് ആക്ച്വലി നമുക്കിത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ID ലൈക്ക് VS കോഡ് ഒക്കെ ID യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻ വരും. ഇത് ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ കംപ്ലീഷൻസ് ഒക്കെ വരുന്നത്. ഒബ്ജക്റ്റ് ഡോട്ട് അടിക്കുമ്പോഴേക്ക് കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി എന്ന് വെച്ചാൽ നമുക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് നമ്മുടെ ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ഉണ്ട്. സോ അതിൽ പുതിയൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യണമെന്നുണ്ട് വിചാരിക്കുക. സോ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ റീക്രിയേറ്റ് ചെയ്യുക. ഈ ബ്രാൻഡ് ന്യൂ ഒബ്ജക്റ്റിനെ പിന്നെ റീക്രിയേറ്റ് ചെയ്യുക. അതൊട്ടും റെക്കമെൻഡഡ് അല്ല, പക്ഷേ ഞാൻ പറയുകയാണ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കോഡ് കോൺസ്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അതിനെ ലെറ്റാക്കി മാറ്റിയിട്ട്, ഇത് ഒട്ടും റെക്കമെൻഡഡ് അല്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഈ പേഴ്സൺ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് എൻ്റർ ഒബ്ജക്റ്റ് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ എൻ്റർ ഒബ്ജക്റ്റ് നമുക്കിങ്ങനെ കൊടുത്തിട്ട് ഇതെന്താ പ്രോപ്പർട്ടി, പുതിയ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈസ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് കൊടുക്കാൻ പറ്റും. സോ ഇതും പോസിബിളാണ്. ഓക്കെ, പക്ഷേ ഇത് ഒട്ടും റെക്കമെൻഡഡ് അല്ല. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ട്. ഇതാണ് റിയൽ പ്രാക്ടീസ് വേ. സോ ഇത് ഞാൻ എടുത്ത് മാറ്റാണ്. ഇത് കോപ്പി ചെയ്യാം ഫസ്റ്റ്, Ctrl+X. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഞാൻ മുമ്പത്തെ പോലെ പേഴ്സൺ കോൺസ്റ്റ് ആക്കാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ പേഴ്സൺ ഡോട്ട് ഈസ് അഡ്മിൻ ഈക്വൽ ടു ട്രൂ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പേഴ്സണിൽ പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേഴ്സൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ആണ് വരുന്നത്, കോളനല്ല.
റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് നമ്മുടെ ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് സംഭവം വർക്കാവുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ഇതുണ്ടാവും, ഞാൻ ഈ സഡ്മിൻ നമുക്ക് പ്രോപ്പർട്ടി ഇല്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് എടുക്കാൻ നോക്കണം ഈ സഡ്മിൻ എന്ന് പറഞ്ഞിട്ട്. ഇതിലെന്താണ് ഇപ്പോൾ സംഭവിക്കുകയെന്നറിയോ? എറർ വരുമെന്ന് വെച്ചാൽ എററൊന്നും വരില്ല. ബേസിക്കലി അത് നിങ്ങൾക്ക് അൺഡിഫൈൻഡ് ആണ് തരിക. ഓക്കെ, കാരണം പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇല്ല, ഒബ്ജക്റ്റിൽ ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ എറർ വരില്ല, അതെപ്പോഴും അൺഡിഫൈൻഡാണ് തരുന്നത്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തു. എങ്ങനെ ആഡ് ചെയ്തെന്ന് വെച്ചാൽ person.isAdmin എന്ന് പറഞ്ഞ് നമ്മൾ ട്രൂ എന്ന് കൊടുത്തു. എന്നിട്ട് ഈ console.log person കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രൂ ആയിട്ട് കിട്ടും. നമുക്ക് എൻ്റെ ഒബ്ജക്റ്റ് കൺസോൾ ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് കിട്ടുന്നുണ്ട്. സോ ഡോട്ട് നൊട്ടേഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അത് ആഡ് ആകും, ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഓവർറൈറ്റ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏജ് ഉണ്ടല്ലേ, അപ്പം ഞാനിവിടെ എഴുതാണ് ഇതേപോലെ ഏജ് ഓൾറെഡി ഉള്ളതാണ്. അപ്പം ഞാനിവിടെ ഏജ് എഴുതാണ്. ഓക്കെ, ഞാൻ 40 എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്യണം, 50 ആക്കുകയാണ്. ഓക്കെ, 50 ആക്കിയിട്ട് ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ അത് 50 ആയി മാറ്റും. കാരണം എന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓവർറൈറ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി സം ടൈംസ് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് റിമൂവ് ചെയ്യേണ്ടി വരും. ഈ ഒബ്ജക്റ്റിന് എന്താ പറയുക, ഈ ഏജ് തന്നെ എന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ നമുക്ക് ഏജ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കുക. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ജാവാസ്ക്രിപ്റ്റ് സ്പെഷ്യൽ കീവേഡ് ഉണ്ട്, അതാണ് ഡിലീറ്റ്. സോ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, അതാദ്യം എഴുതുക. എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ പേര് എഴുതുക, പേഴ്സൺ, എന്നിട്ട് അതിന് ഡോട്ട് ഏത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് എഴുതുക. ഓക്കെ, എന്നിട്ടൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏജ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല, കണ്ടോ? സോ ഏജ് ഇവൻ ദോ നമ്മൾ ഓവർറൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ ഏജ് ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഏജ് പ്രോപ്പർട്ടി ഈ ഒബ്ജക്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഏജിൻ്റെ പ്രോപ്പർട്ടി കറസ്പോണ്ടിങ്ങിൽ അത് കാണില്ല, ഒബ്ജക്റ്റിൽ കാണില്ല. ഇപ്പോൾ ഏജ് പ്രോപ്പർട്ടി ഒബ്ജക്റ്റിൽ നിന്നും എൻ്റർലി റിമൂവ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ ആക്സസ് ചെയ്യാമെന്ന് വിചാരിക്കുക, person.age ആക്സസ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഓക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ഡോട്ട് ഏജ് ആക്സസ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ പ്രോപ്പർട്ടി ഒബ്ജക്റ്റിലില്ല, അതുകൊണ്ട് എറർ വരില്ല, പക്ഷേ നമുക്ക് കിട്ടുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ടെക്നിക്കലി ഇത് വർക്കാണ്. സോ പ്രശ്നമൊന്നും വരില്ല അൺഡിഫൈൻഡ് വന്നാലും. പക്ഷേ സംടൈംസ് എന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് ബേസിക്കലി എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ഡീഫോൾട്ടായിട്ട് തരുന്ന വാല്യൂ ആണ് അൺഡിഫൈൻഡ് എന്നുള്ളത്. അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡെവലപ്പേഴ്സ് നോർമലി അൺഡിഫൈൻഡ് അസൈൻ ചെയ്യില്ല, ഡെലിബറേറ്റ്ലി നമ്മൾ അസൈൻ ചെയ്യില്ല. സോ നമുക്ക് ആ വാല്യൂ റീസെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വേരിയബിൾ യൂസ് ചെയ്യുക, അതാണ് നള്ളാണ്. സോ നള്ളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ. ഓക്കെ, സോ person.age വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൺഡിഫൈൻഡ് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് കൊടുക്കാൻ പറ്റും, എററൊന്നുമില്ല. പക്ഷേ അത് ടെക്നിക്കലി നല്ല പ്രാക്ടീസ് അല്ല. സോ നിങ്ങൾക്ക് ആ വേരിയബിൾ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നള്ളാണ് ആക്ച്വലി കൊടുക്കുന്നത്. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒബ്ജക്റ്റ് നള്ള് വന്നത്. ഒന്ന് റീലോഡ് ചെയ്യാം. പേഴ്സൺ ഒബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും ഏജ് വന്നിട്ട് നള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ പേഴ്സൻറ്റേജ് അൺഡിഫൈൻഡ് നമ്മൾ പറഞ്ഞു ഈക്വൽ ടു അൺഡിഫൈൻഡ് കൊടുത്താൽ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യും, വാല്യൂ അൺഡിഫൈൻഡ് ആയിരിക്കും, പക്ഷേ നമ്മൾ കെയർ ചെയ്യാത്ത വാല്യൂ ആണ്. സോ നമ്മൾ പ്രോഗ്രാമർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നള്ള് കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റിന് റിമൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് കീവേഡ് യൂസ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടി ആ ഒബ്ജക്റ്റിൽ നിന്ന് ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്യും. നമ്മൾ ഏജ് നേരത്തെ നമുക്ക് കണ്ട പോലെ തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം. സോ നിങ്ങൾ ഏത് പ്രോപ്പർട്ടിയാണോ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ്ലി അത് കൊടുക്കുക. സോ അത് വർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു person.age നമ്മളിവിടെ വാല്യൂ റീസെറ്റ് ചെയ്യണമെങ്കിൽ നല്ലെന്ന് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ചെക്ക് ചെയ്ത മനസ്സിലാവും പ്രോപ്പർട്ടി എക്സിസ്റ്റ് ആണ്. നല്ലിൻ്റെ കേസിൽ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ആണ്, പക്ഷേ അതിൻ്റെ വാല്യൂ വരുന്നത് നല്ലാണ്. ഓക്കെ, ഏജ് പ്രോപ്പർട്ടി ഉണ്ട്, ബട്ട് കറൻ്റ്ലി ഇൻറ്റൻഷനലി അത് സെറ്റ് എന്ന് പറയുന്നത് empty അല്ലെങ്കിൽ റീസെറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സോ നല്ലെന്ന് പറഞ്ഞാൽ റീസെറ്റ് ഇല്ലെങ്കിൽ ഇൻറ്റൻഷനലി empty ആണ്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അൺഅസൈൻഡ് ഡീഫോൾട്ടാണ്, അത് ബ്രൗസർ ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഡിലീറ്റ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.